നനക്കുന്നുണ്ടാകും. അപ്പം നമ്മളെ നോലുമ്പൊക്കെയല്ലേ വരുന്നത്, നമുക്കും തട്ടിക്കൊട്ടിയാലോ. ഒന്ന് മാറാലൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒരു നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്താലോ. ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്, സർപ്രൈസാണ്. അപ്പോൾ അതാക്കണേ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. രാവിലെ തന്നെ ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. മക്കൾ ഇതാക്കണ ഒരാളെ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ, അത് ഉച്ച വരെയുള്ളൂ. ഇപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ 8ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് ഏതായാലും IT ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ കുഞ്ഞാറ്റ പോയിട്ടുണ്ട്. കണ്ണന് തന്നെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഓൻ പോയി. മൂപ്പരും പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇല്ലത് ഉണ്ണിമോളാണ്. ഓൾക്ക് സ്റ്റഡി ലീവ് ആണല്ലോ. ഓളുണ്ട് ഇവിടെ. ഓളും ഞാനാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ താരങ്ങൾ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഞാനെൻ്റെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാകണത് ആരെങ്കിലും ഒന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കാണുന്ന ഇടയിൽ കൂടെ തന്നെ ഇതൊക്കെ ചെയ്തുകൂടി. ഞാനിതിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചോറ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് എടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഈ വിചാരിച്ച പണികൾ എടുക്കട്ടെ. നല്ല മാറാലുണ്ട് പറഞ്ഞാൽ എന്നാ തട്ടിയതാണെന്ന് ചോദിച്ചാൽ എന്നോ കാലത്ത് മാറാലൊക്കെ തട്ടിയതാണ്. എന്നോ കാലത്തല്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലത്തെ തട്ടിയതാണ്. പിന്നെ ഞാൻ തട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് തട്ടട്ടെ എന്ന് വിചാരിച്ചു. തട്ടാൻ തന്നെ പേടിയാണ് കേട്ടോ. ഒന്നാമത് ചെതൽ പിടിച്ച് ആകപ്പാടെ പുറ്റായിട്ടുണ്ട്. ആകപ്പാടെ അങ്ങോട്ട് മണ്ണും കട്ടായിട്ടുണ്ട്. പട്ടികയൊന്നുമില്ല, ഫുള്ള് ചെതലിൻ്റെ കട്ടയാണ്. അതുകൊണ്ട് തന്നെ തട്ടാൻ പേടിയാണ്. എന്നാലും തട്ടാതെക്കാൻ വെച്ചല്ലോ. ആരെങ്കിലുമൊക്കെ ഒന്ന് പുറത്തുനിന്ന് വരുന്നവർ കാണുകയാണെങ്കിൽ തീരെ വൃത്തിയില്ലാത്ത വീടിൻ്റെ മേലെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മെല്ലെ സൂക്ഷിച്ച് ഓട് തലേക്ക് വീഴാത്തക്ക വിധത്തിലാണ് ഞാൻ തട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ വാടകക്കാർ. ഞങ്ങളോട് ചോദിക്കാതെയും പറയാതെയും വന്ന് വാടകയ്ക്ക് താമസിക്കണവരാണിത്. ഇവരാണ് 4 മൂലക്കിൽ മാറാല് കെട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, വാടകയ്ക്കാണോ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ വാടകയ്ക്കല്ല, പക്ഷെ ഇവര് വാടകയ്ക്കാണ് കേട്ടോ. ഒരു പൈസ ഒന്നും തരില്ലെങ്കിലും വല്ലാതെ ശല്യപ്പെടുത്തലാണ്. ഇവള് പഠിക്കുകയാണെന്ന് പറയുന്നുണ്ട്, എന്താ അറിയില്ല. ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണ കണ്ടാൽ തോന്നും പഠിച്ചിട്ട് ഇങ്ങോട്ട് മറയുകയാണെന്ന്. സമയം നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥി താങ്കൾ കണ്ടിട്ടുണ്ടോ കൈസ്? ഫോട്ടോഷാണ് ഇതൊക്കെ ആരത്തൊക്കെ ഫോട്ടോ. ബുക്ക് മറിഞ്ഞടി. ഇന്ന് ഇംഗ്ലീഷാണ് പഠിക്കുന്നത് കണ്ട. അവൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. അയ്യോ എൻ്റെ കാല് മാറാല്ല ഫുള്ള് തട്ടിക്കഴിഞ്ഞ്. ദൈവങ്ങളൊക്കെ അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓളെ അരക്കോ ഇതോളെ നീന്തൽ മത്സരത്തിന് കിട്ടിയതാ തുമ്പി. ഇത് പിന്നെ ഞാനാണ്. ഞാൻ പിരിയനൊന്ന് ത്രെഡ് ചെയ്തു. രാവിലെ ഇരുന്ന് അതിൽ നിന്ന് പണി കണ്ട വെറുതെ ഇരിക്കല്ലേ. ഇപ്പം ബ്ലേഡ് വെച്ച് ചെയ്താ കേട്ടോ. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും തിരക്കടില്ല. ഞാൻ ബാക്കി അടിച്ചു വാരി കഴിഞ്ഞു. ഇനി പോയി തുടച്ചിട്ടെ. പിന്നെ അടുക്കളയൊക്കെ അങ്ങോട്ട് വന്നാൽ എൻ്റെ അമ്മേന്ന് പറയേണ്ടി വരും. അതിന് മാത്രം ആഹാ എന്തൊരു സുന്ദരമായ അടുക്കള. ചോറ് വാർത്ത് വെച്ചിരിക്കുന്നു. പൊടികളതാക്കണം അവിടെ, അടിച്ചു വാരാനിത് ഇവിടെ, ചൂലിതാക്കണം ഇവിടെ, പഴക്കുലതാക്കണം ഇവിടെ, അങ്ങനെ ഇതാക്കണം. എമ്പാടും ആ പണികളുണ്ട്. ആ പാത്രം കഴുകാനതാക്കണം അവിടെ. എന്തോ ഒരു വൃത്തികെട്ട അടുക്കള ഭഗവാനേ. ഫ്രിഡ്ജിലിതാ നമുക്ക് ഒരു പപ്പായ കഴിക്കാം. പപ്പായ ഉണ്ട്. ആദ്യം നമുക്ക് പപ്പായ മുറിക്കാം. അപ്പോൾ ഈ പറഞ്ഞതൊന്നും പുറത്തുനിന്ന് വന്ന് ആരും ചെയ്തതല്ല, ഞാൻ തന്നെ എൻ്റെ സ്വന്തം അടുക്കളയിൽ ചെയ്ത് വെച്ച കാട്ടിക്കൂട്ടലാണ് കേട്ടോ. അപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഞാൻ തന്നെയാണ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞ് ഞാൻ തന്നെയാണ് കഴിയേക്കല്. അങ്ങനെയാണ് പതിവില്ലത്. പക്ഷേ എനർജി ബൂസ്റ്ററായിട്ട് ഞാൻ ചെറിയൊരു പപ്പായ കഴിക്കട്ടെ. നമ്മളെ കറുത്ത തിന്നട്ടെ. നമ്മളെ ഈ ഒരു മലപ്പുറം ഭാഗത്ത് കൂടെയൊക്കെ കറുത്ത എന്നാണ് പറയല്. പപ്പായ എന്നൊക്കെ ചുരുക്കമാണ് പറയുന്നത്. അങ്ങനെ കറുത്ത നല്ല പഴുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തൊടുവിൽ തന്നെ ഉണ്ടായതാണ്. ചെറിയതായിട്ട് പടവും മുളച്ചുണ്ടായതാട്ടോ. പൊതുവേ ഞാൻ അങ്ങനെ നട്ട് വളർത്തലൊന്നുമില്ല. പടവും മുളച്ചാണ്, ഫുള്ള് പടവും മുളച്ചാണ് ഉണ്ടാവല്. അങ്ങനെ പടവും മുളച്ചുണ്ടായതാണ്. അതിപ്പോൾ നല്ല നല്ല കായുണ്ട് കേട്ടോ.
അപ്പോൾ കറി വെക്കണതും ഉപ്പേരി വെക്കണമെന്നും ഇവിടുത്തവർക്ക് വലിയ താല്പര്യമില്ല. ഇന്നെ ഒഴിച്ചാണ്ട് ബാക്കി 4 ആൾക്കാർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കൽ ഉപ്പേരി വെക്കൽ അതൊക്കെ സ്കിപ്പ് അടിച്ചാണ്ട് പഴുപ്പിച്ചാണ്ട് കൊടുക്കലാണ്. പക്ഷേ ഓൾക്ക് അതും വലിയ താല്പര്യമില്ല. പപ്പായനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ പറിച്ച് കൊടുക്കലാണ്. അതാണ് പതിവില്ലത്. പിന്നെ എനിക്കിഷ്ടമാണ് ഇതൊക്കെ തിന്നാനായിട്ട്. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് തിന്നലാണ്. അപ്പം അങ്ങനെ കറുവത്ത മുറിച്ച് വലിയൊരു കറുവത്തിയായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ തിന്ന് നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒക്കെപ്പാട് തിന്നിട്ടില്ല. ഒരു ചീന്ത് തിന്ന് കഴിഞ്ഞാൽ ഞാൻ വേഗം ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അകത്തൊക്കെ തട്ടി ഒക്കെ അടിച്ചു വാരി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുക്കളയാണ് തട്ടാനുള്ളത്. വേഗം മാറാല പിടിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് മാറാല പിടിക്കുന്നുണ്ട്. പോരാതെ തന്നെ ഷീറ്റല്ലേ, നല്ല ചൂടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ അകത്ത് കയറണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ തല ഭയങ്കര പുകയും കേട്ടോ. അപ്പോൾ ഒന്നാമത് ഈ ഒരു മൈഗ്രെയിൻ്റെ കാരണം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വെയിൽ ചൂട് അങ്ങനത്തെ ഒന്നും തട്ടാൻ പറ്റൂല, ഭയങ്കര വേദനയാവും. പിന്നെ 2 ദിവസത്തിന് തല പൊന്തിക്കാൻ വയ്യൂല, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു മാറാല ഇത്ര തട്ടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഈ ഒരു ചൂലുകൊണ്ട് ഇതും വലിച്ച് നീട്ടിയും തട്ടാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അടുക്കള കുഞ്ഞി അടുക്കളയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിച്ച് വാരി തട്ടിയാൽ വേഗം തീരും കേട്ടോ. അപ്പോൾ അതൊന്നും തട്ടി കഴിഞ്ഞാൽ വേഗം എന്താ പണി ബാക്കിയുള്ളത്, ഈ പൊടിക്കുപ്പികളൊക്കെ കുറച്ച് താഴത്തേന്നു കേട്ടോ. ഇപ്പം മക്കളെന്തെങ്കിലും ഉണ്ടാക്കാൻ എടുക്കുകയാണെങ്കിലാണ് ഒക്കെപ്പാടെ താഴത്തേക്ക് വലിച്ചിടും. പിന്നെ ആ ഒരു വന്ന സാധനം തിരിച്ചങ്ങോട്ട് കയറ്റാൻ ഓൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ എന്തോ ഉണ്ണിമോള് സോയാബീൻ എന്തോ പൊരിച്ചതാണ് കേട്ടോ രാവിലത്തെ. ഞാൻ രാവിലെ തൂമിച്ചോറ് ഉണ്ടാക്കിയിരുന്നു, ഉള്ളിച്ചോറ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുറച്ച് നെയ്യ് വാട്ടിയിട്ട്, പിന്നെ നെയ്യ് വാട്ടിയതല്ല, നമ്മളെ നെയ്യിൽ ചെറുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് തൂമിച്ചിട്ട്, പിന്നെ ഇന്നലെ രാത്രിക്കത്തെ ചോറുണ്ടായിരുന്നു, നല്ല ചോറായിരുന്നു. അത് ഇട്ടാണ്ട് കുറച്ച് ഉപ്പിട്ടാണ്ട് അങ്ങനെ തൂമിച്ചോറ് ഉണ്ടാക്കൂലേ. അപ്പോൾ നമ്മളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരല്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ്. നമ്മളെ കുട്ടികൾ വല്ലാതെ തൂക്കം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓൾക്ക് ഈ നെയ്യിൽ പൊരിച്ച സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വല്ലാതെ തൂക്കമില്ല, പിന്നെ തടി മണ്ണൊന്നും നമ്മളത്രയൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് കൂട്ടിക്കോളി. പച്ചവെള്ളം കുടിച്ചാൽ വരെ ഞാൻ തടി എന്നാവും, അങ്ങനെയാണ്. പക്ഷെ മക്കളൊന്നും 3 ആളും അങ്ങനെയല്ല കേട്ടോ, വല്ല തടിയൊന്നും വണ്ണൊന്നുമില്ല, വല്ല അച്ഛൻ്റെ പോലെ തന്നെയാണ്. എന്താ ചെയ്യുക. അപ്പോൾ എനിക്കിതൊന്നും തിന്നാനും കഴിയില്ല, ഓൾക്ക് തിന്നാൻ കഴിഞ്ഞിട്ട് പക്ഷേ ഓൾക്ക് വേണ്ടാനും, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ ഇപ്പം നുള്ളി പൊറുക്കി തിന്നത് എന്നല്ലേ. അപ്പോൾ സോയാബീൻ രാവിലെ പൊരിച്ചിട്ടുണ്ടേന്ന് പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നാവ് ഒരു വളച്ചിൽ വരലുണ്ട്. അതാണിപ്പം ഒന്നാമത് നമ്മൾ സ്പീഡിലാണ് വർത്താനം പറയുക. അപ്പോൾ എന്തൊക്കെയാണ് എവിടേക്ക് മിസ്സാകണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൽ കുറച്ച് കൂട്ടി പറയലും കൂടിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളി പോയി. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പം എന്താ തിന്നണമെന്ന് വെച്ചാൽ ആ സോയാബീന് ബാക്കി ഉണ്ടായിരുന്നു ചട്ടിയിൽ, ഒരു 3-4 മണിയോളം ഉള്ളേന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വാരി തിന്നതാണ്. എന്താ വെച്ചാൽ അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ അമ്മമാർ അങ്ങനെയാണ്. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വേറൊരു പാത്രത്തേക്ക് എടുത്തേക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അല്ലേ. ഇത്തിരി ചോറാണെങ്കിൽ, ഇത്തിരി കറിയാണെങ്കിൽ, ഇത്തിരി അച്ചാറോ മീൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ അതിപ്പോൾ ഇനിയിപ്പോൾ എന്തിനാ എടുത്തേക്കണം, അതും കൂടിയാണ് തിന്നാണ്ട് ആ പാത്രം കഴുകി വെച്ചാൽ എങ്ങനെയുണ്ട്. അങ്ങനെയാണ് ഞാനിങ്ങനെയൊക്കെ വണ്ണം വെച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറക്കാനാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറെക്കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയൊക്കെയല്ലേ, ഒഴിവാക്കാൻ മടിച്ചിട്ട് അതും കൂടിയാണ് തിന്നാലൊരു സമാധാനം ഉണ്ടല്ലോ, അതും കൂടിയാണ് കഴുകി വെക്കാലോ എന്നില്ല ഒരു ചിന്താഗതിയിൽ നടക്കണവരാണ് ഒരുവിധം ആൾക്കാരൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ സോയാബീൻ കണ്ടപ്പം എന്തോ അങ്ങനെ ആയിപ്പോയി. അപ്പം അതാണ് കഴിഞ്ഞ്, ആ പാത്രം കഴുകൽ കഴിഞ്ഞ്, അടുക്കളയത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഒരുവിധമല്ല, 3/4 ഭാഗം പണി കഴിഞ്ഞ് ഇനി ഒന്ന് തുടക്കാൻ മാത്രമേ ഉള്ളൂ. ആദ്യം അകത്തുനിന്നാണ് തുടച്ച് വരട്ടെ, അടിച്ചു വാരിയല്ലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ കുറേ ചെതലാവും വിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ തുടച്ചിട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഭയങ്കര മണ്ണാവും കേട്ടോ. കാലിൻ്റെ അടിയിലൊക്കെ ഭയങ്കര മണ്ണാവും. പിന്നെ പൊടി പറയണ്ടല്ലോ, നമ്മൾ വീട് തന്നെ ഈ റോഡിൻ്റെ അടുത്തതായതുകൊണ്ട് വലിയ വണ്ടികളല്ല, നമ്മളിതാ ഈ പുഴയ്ക്ക് പോണ വണ്ടികൾ തന്നെ മതിയല്ലോ. വണ്ടി പോകുമ്പോൾ ഭയങ്കര പൊടി പാറലാണ്. പിന്നെ ഈ ഒരു പൊടീൻ്റെ കാലമാണല്ലോ അപ്പം കണ്ട ജനാലും തുണിയും മണി എല്ലായിടത്തും കൂടിയും പൊടിയാവും. അപ്പോൾ തുടച്ചിടൽ നിർബന്ധമാണ്. അങ്ങനെ ഞാൻ തുടച്ചിടുന്ന പരിപാടി കേട്ടോ. വേഗം തുടച്ചിട്ടിട്ട് അത് സമാധാനമാകുമല്ലോ. അങ്ങനെ അടുക്കളയിൽ കൂടെയൊക്കെ ഒന്നും തുടച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ അടുക്കളയൊക്കെ വൃത്തിയായിട്ടുണ്ട്, അടിപൊളിയായി. ആദ്യം കണ്ട അടുക്കളയല്ലേ, ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു അടുക്കള നല്ല വൃത്തിയാക്കി ക്ലീനായി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ പരത്തിട്ടോ, കുറച്ച് കഴിഞ്ഞ് കറി വെക്കണം. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പരത്തിക്കോളും, പിന്നെ ഞാൻ തന്നെ നന്നാക്കും. ഇതൊക്കെ തന്നെയാണ് പരിപാടി ഉള്ളത്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോകും. അപ്പോൾ കറി ഞാൻ വെച്ചിട്ടില്ല, കറി വെക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വന്നാൽ മണ്ണ് ചവിട്ടി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരലും തുടക്കലും അടിക്കലും മറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണത്. പിന്നെ തീറ്റയും കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയല്ലോ.
പതിവ് പോലെ തന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഓരോ പരിപാടികളും എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് പാട്ടില്ലാതെ ഒന്നും കഴിയൂല കേട്ടോ. എളുപ്പം കഴിയണമെങ്കിൽ ഒരു പാട്ട് പാടിയേ തീരുള്ളൂ. അതും നമ്മളെ ആ ഒരു സ്കൂൾ പഠിച്ച കാലഘട്ടത്തിലത്തെ 90-ത്തെ 2000-ത്തെ ആ ഒരു സിനിമ പാട്ടുകളൊക്കെയാണ് ഞാൻ കേട്ടത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് മെമ്മറി കുറച്ചും കൂടി അങ്ങനെ നമ്മൾ ചുറു പോലെ നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് എൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അപ്പം അങ്ങനെ തുടക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മുറ്റത്തേക്ക് കുറച്ച് പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു വട്ടം അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു 12 മണി നേരത്തെ ഒന്നുകൂടി അടിച്ചു വാരിയിട്ടെ. പൊടി പറഞ്ഞിട്ടില്ലേ, എങ്ങനെ തുടച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല. അപ്പം എല്ലാ വീടും ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കാരല്ലേ. അപ്പം അങ്ങനെ ഒന്നും മുറ്റടിച്ചു വാരിയിട്ടെ. മുറ്റത്ത് ഇങ്ങനെ ചെമ്മൽ വന്ന് കിടക്കുമ്പോൾ ആകെപ്പാടൊരു ജാതിയല്ലേ. നന്നാക്കിയിട്ട് കാര്യമില്ല, മുറ്റം കൂടി നന്നാക്കണം, എന്നാലുള്ള വൃത്തി ഉണ്ടാവുക. അപ്പം അങ്ങനെ അത് അടിച്ചു വാരി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ തുടക്കട്ടെ. ഇതാണ് ലാസ്റ്റ്. ഇത് കൂടെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വെള്ളം പറന്നിട്ടാലേ ഒരു സമാധാനമാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം കറി അങ്ങോട്ട് വെക്കാനായിട്ട്. കറിക്ക് ഇതങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മീൻ വാങ്ങാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ മീൻകാരൻ നോക്കിയിട്ട് അങ്ങനെയാണ് പോയി. ഞാൻ വാങ്ങാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിർബന്ധമായിട്ടും ഒരു ഗർഭിണി ഉള്ളത് കാരണം ഞാനൊന്ന് ആ ഒരു ഗർഭിണീൻ്റെ പൂതിക്കനുസരിച്ച് ഞാൻ ഒന്ന് വെച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ ഈ ഒരു പണി എടുക്കട്ടെ കേട്ടോ. ഒരു സമാധാനമല്ല, ഒരു വൃത്തിയായി വീട് ഒരു വൃത്തിയായ പോലെ ഉണ്ട്. മാറാലൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വാരി മടക്കിയൊക്കെ വെച്ചപ്പം ഒരു വൃത്തിയായിട്ടുണ്ട്. ഒന്ന് പെയിൻ്റ് അടിക്കാൻ നല്ല പൂതിയുണ്ട് കേട്ടോ. ആകപ്പാടുണ്ട്, ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ചുമരൊക്കെ ആകപ്പാട് വൃത്തികേടായിട്ടുണ്ട്. ഒരുപാടായില്ലേ പെയിൻ്റ് അടിച്ചിട്ട്. ഏതായാലും ഇനി അവിടെ നിൽക്കട്ടെ. ഇല്ല പൈസക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മളെ മാല എടുക്കാനൊന്നും കിട്ടൂല. അതിപ്പോഴും അവിടെ പെൻഡിങ് തന്നെയാണ്. പൈസ ആയിട്ട് എടുക്കാമെന്നുള്ള ഇതിലാണുള്ളത് കേട്ടോ. നേരം കണ്ടോ 12:35, 35, 40 ഞാൻ മത്തനെല്ലാം പറിച്ചിട്ട് ഇവിടെ ഇറങ്ങി വരാം. ഫോട്ടോ എടുക്കട്ടെ. ചവിട്ടി ഉണങ്ങിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒരു വിധമൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഇതിന് 12:40. ഇനിയിപ്പോൾ ഞാനൊന്ന് പറിച്ചുകൊണ്ടിരട്ടെ. മത്തൻ്റെ പറിക്കാനായിട്ടാണ് പോണതും. അതും ഈ ചുട്ട നട്ട വെയിലത്താണ് പോണത്. സൂര്യൻ ഇതാ തലമണ്ടമ്മൽ കയറി നിൽക്കുന്നുണ്ട്. കുടയൊക്കെ കൂടിയിട്ടാണ് പോണത്. ഒരു തുള്ളി വെയിലേക്ക് തട്ടാൻ പറ്റൂല, നല്ല തലവേദന എടുക്കും. കുടമ്മക്ക് നോക്കൊന്നും വേണ്ട, കുട ഏതോ ഒരു കാലത്തുള്ളതാണ്. ആടി ഊടിയാണ് നിൽക്കണത്. അപ്പം അതൊന്നും വിഷയമല്ല, തലക്ക് വെയിൽ കൊള്ളണില്ലല്ലോ. ഇവരൊക്കെ നിന്ന് കുഴങ്ങിയിട്ടാന്ന് തോന്നുന്നു കടന്ന് വിശ്രമിക്കുകയാണ്. ഇനി ഇവിടൊക്കെ ഫുള്ളായിട്ട് നിരത്തി കാട്ടാനക്കൂട്ടം വന്ന പോലെ ആകെ ഒടിഞ്ഞു തൂങ്ങിയിട്ടോ എല്ലാവരും. അതിൻ്റെ അമ്മയ്ക്ക് പ്രാന്താന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വെയിലത്ത് 12:30 ബാങ്ക് കൊടുത്തു മത്തൻ്റെ ഇലക്ക് പോന്നു. അയ്യോ, എൻ്റെ ഗർഭിണീനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്താ കാര്യം എന്നല്ലേ, മൂപ്പർക്ക് ഇന്ന് മത്തൻ്റെ ഇല താളിപ്പ് വേണം തന്നെ. പണി ഏറി വരുമ്പോക്കിന് മത്തൻ്റെ ഇല താളിപ്പ് കിട്ടിയേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗർഭിണി തന്നെയല്ലേ, ഗർഭിണിയൊക്കെയല്ലേ അങ്ങനെ പെട്ടെന്ന് പൂതി ഉണ്ടാവുക. അപ്പം എൻ്റെ ഗർഭിണിക്ക് ഞാൻ മത്തൻ്റെ ഇല പറിക്കാൻ വന്നതാട്ടോ. വെയിലുകൊണ്ട് കണ്ണ് കാണില്ല. മത്തൻ്റെ ഇല ഉണ്ടാവും. അയ്യോ എൻ്റെ അമ്മേ, അയ്യോ ഇവിടെ എവിടെയാ മത്തൻ്റെ ഇല? എൻ്റെ പൊന്നാര ഗർഭിണിയെ, ഇച്ചതി എന്നോടേ ഉണ്ടായിരുന്നു. എവിടെയാ മത്തൻ്റെ ഇല? ഇതാണ് മത്തൻ്റെ ഇല. വെയിലാണ് കണ്ടോ. ഇതെല്ലാം ഉള്ളട്ടെ. അങ്ങനെ ഇതാകണം. മൂപ്പരാണ് നമ്മളെ ഗർഭിണി അറിയില്ല കേട്ടോ. അപ്പോൾ അതിനൊരു പൂതി ഇന്നിപ്പോൾ മത്തൻ്റെ ഇല കറി കൂട്ടണോ എന്നുള്ളത്. അപ്പം നമ്മളെ വായയിൽ മത്തൻ്റെ ഇല കണ്ടിട്ടാണ്. പിന്നെ പോരാത്തതിന് ഇന്നലെ ഒരു കുടിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ അടിച്ച് കയറ്റിയാണ്ട് വയറാകപ്പാട് കിടന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് മത്തൻ്റെ ഇല ഒരു ഇലക്കറി നിർബന്ധമായിട്ടും ചെല്ലണം. അങ്ങനെ അതിനാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട്, പണിസ്ഥലത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തൻ്റെ ഇല മുരിങ്ങൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ തളിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. ഇറച്ചി മീനും എരും മസാലയും കാര്യങ്ങളൊന്നും ഇടണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു കൂട്ടാൻ വെക്കല്ലേ എന്നൊക്കെ ഇപ്പം വിളിച്ച് പറഞ്ഞപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മത്തൻ്റെ ഇല തന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. അപ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ ഇവിടെ നനച്ച് കൊടുക്കണുണ്ട്. ഇതാ ഒരു ഇത്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു മത്തൻകായ ഉണ്ട്. 2-3 മത്തൻ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ അകമ്പാടത്തേക്ക് കൊടുത്തു. പിന്നെ ചാത്തല്ലൂരൊക്കെ പിന്നെ ഉണ്ടാക്കുന്നതാണല്ലോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടില്ല. വാഴക്കൊലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അച്ഛമ്മക്കും കൊടുത്തു, അമ്മമ്മക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ അയൽവക്കക്കാർക്കൊക്കെ കൊടുത്തു. ഇങ്ങനെ പൊട്ടി വീഴണതാണത്. അപ്പോൾ ഇപ്പം നല്ല വെയിലും ചൂടും കാര്യങ്ങളല്ലേ, താങ്ങാൻ കഴിയുണ്ടാവില്ല കുരയും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് മറിഞ്ഞ് വീണുകൊണ്ട് കറി വെക്കാനും ഉപ്പേരി വെക്കാനും പിന്നെ നല്ല പഴുത്തതും പഴുക്കാത്തതൊക്കെ ചാടുന്നുണ്ട്.
അപ്പം അങ്ങനെയാണ് വാഴേൻ്റെ കാര്യം. ഏതായാലും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയ ലാഭം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ കൊടുക്കുക, നമ്മൾ വളർത്തി ഉണ്ടാക്കിയതാണല്ലോ, അപ്പം അങ്ങനെയാണ് കൊടുക്കുക. നല്ല മാർക്കറ്റിലൊക്കെ നല്ല ഇടിവാണ് നമ്മളെ ഏത്തക്കൊലക്ക്. അപ്പോൾ സാരമില്ല, ഒക്കെ ശരിയാകും അല്ലേ. അപ്പം അങ്ങനെയാണുള്ളത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേഗം മത്തൻ്റെ ഇലയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ട് വേഗം വെക്കട്ടെ നമുക്ക് വിചാരിച്ചു. വീണ്ടും ഇതാക്കുമ്പോൾ സോയാബീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീൻ വാങ്ങട്ടെ എന്ന് വീണ്ടും ചോദിച്ചാണ്. അപ്പോൾ ഓളാണ് പറഞ്ഞത്, നമ്മളെ ഉണ്ണിമോളാണ് പറഞ്ഞത് മീൻ വാങ്ങണ്ട, അച്ഛൻ പറഞ്ഞല്ലേ വാങ്ങണ്ടെന്ന്. അപ്പോൾ ഇക്കിൻ്റെ ഒരു പൂതിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചേന്ന്. അപ്പോൾ ഇവള് കർശനമായിട്ടും പറഞ്ഞപ്പോൾ എന്നാൽ അവിടെ കേട്ടെ, ഞാനൊന്നും ഉണ്ടാക്കില്ല, ഈ ഒരു മത്തൻ്റെ ഇല താളിപ്പ് മാത്രം കൂട്ടിയിട്ട് നിങ്ങൾ ചോറുന്ന ആദ്യം മതിയെന്നില്ല ഒരു വാശിക്കെന്ന് ഞാനും. അപ്പം ഇനി ഏതായാലും വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങണം. അങ്ങനെ മത്തൻ്റെ ഇല താളിപ്പായിട്ടുണ്ട്. താളിപ്പിൻ്റെ വിശേഷങ്ങളൊന്നും റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതവിടെ കേട്ടെ. ഇന്ന് ഞാനൊരു ചമ്മന്തി ആക്കണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തെ ഇൻട്രോ തന്നെ പറഞ്ഞില്ലേ ഒരു റെസിപ്പി ഉണ്ട്, ഒരു ഗമണ്ണ റെസിപ്പി ഉണ്ടെന്നല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്നല്ലേ, ഉണക്കമീൻ ചുട്ടരച്ച ചമ്മന്തി, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ചെറിയൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ ഏതൊരു തളമീനല്ലാത്ത വേറെ ഏതോ ഒരു മീനാണ് കേട്ടോ. പിന്നെ ഇതാക്കണ ഒരു പുളിയും കുറച്ച് കാന്താരിപ്പൊടി ഇട്ടിട്ടുണ്ട്, കാന്താരി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉണക്കമീനിലെ ആ ഒരു മുള്ളക്കണ്ട് കളഞ്ഞിട്ട് ആ ഒരു ഇറച്ചി മാത്രം ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാണ്ടാണ്ട് നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഞണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ട് ഓർമ്മ വന്നിട്ടോ. ആരെങ്കിലും എവിടെയെങ്കിലും പാടം പൊട്ടുണ്ടെങ്കിൽ ഞണ്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞണ്ട് ചമ്മന്തി ഇതിലേറെ രസമാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഉണക്കമീൻ ചുട്ടരച്ച ചമ്മന്തി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിലോ ഒരു പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഓർമ്മ വരും. അപ്പം അരച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് അരച്ച് നോക്കിക്കൊള്ളിട്ടോ. മീൻ ചുടുമ്പോൾ തന്നെ നല്ല മണമാണ്. വറുത്തിട്ട് ഒരു വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ ചുട്ടാൽ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഗ്രില്ലല്ലേ, അപ്പോൾ ഗ്രില്ല് ചെയ്തത് നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ചു ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ടാറ്റ.